ഹലോ, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. നിലവിൽ നമ്മുടെ ചെമ്മരിപ്പൂവിൽ സുധിക്ക് വലിയ ജോലിയൊന്നുമില്ല അല്ലേ. ജോലി ഇല്ലാത്തതിൻ്റെ പേര് സച്ചി ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഈ കളിയാക്കലൊക്കെ കേട്ടുണ്ട് സുധിക്ക് സഹിക്കാനാതെ സുധി നല്ല രീതിയിൽ തന്നെ സച്ചിയോട് പ്രതികരിക്കുന്നൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പൊങ്കലാഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സുധി ദിവസം എന്നത്തെ പോലെ തന്നെ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് ജോലിക്ക് പോയിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് തുണി തേപ്പിക്കാൻ കൊടുത്ത ആൾ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇത് മേടിക്കുന്നത് സച്ചിയാണ്. സച്ചി മേടിച്ചതിന് ശേഷം ഇത് എന്തിയാണ് രേവതി എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടില്ല, ഞാൻ തേക്കാൻ പുറത്ത് കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനോട് രവിയോട് ചോദിക്കുന്ന സമയത്ത് രവിയും എൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട്. അവസാനം സച്ചി ആ പൊതി തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇരിക്കുന്ന സുധിയുടെ ഡ്രസ്സാണ്. ഈ സച്ചി പറയുന്നുണ്ട്, ജോലിക്കും പോകുന്നില്ല, പാർക്കിലും ചുമ്മാ കറങ്ങി നടക്കുന്ന ഇവൻ എന്തിനാ തേച്ച ഡ്രസ്സിന്റെ ആവശ്യം എന്താണ്, ഇതിന്റെ പൈസ ഇവൻ കൊടുക്കട്ടെ, ഇവൻ സമ്പാദിച്ചു കൊടുക്കുന്ന പൈസ എന്ന് കൊടുക്കട്ടെ എന്നൊക്കെ നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും സൈ കേട്ട് തന്നെ സുധി പറയുന്നുണ്ട്, ആ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊണ്ട് കൊടുക്കാണ്ട്. ഈ സമയത്ത് നമ്മുടെ സുധിക്ക് ഭയങ്കരമായിട്ടും വിഷമാവുന്നുണ്ട്. സുധി ഭക്ഷണം പോലും കഴിക്കാതെ പുറത്തേക്ക് ജോലി അന്വേഷിക്കാൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സുധി വന്നിട്ട് പറയുന്നുണ്ട്, ഏത് വിധേനയും സുധി ജോലിയും കൊണ്ട് തിരിച്ചു വരാവുള്ളൂ, ഇന്നത്തെ ദിവസം ഞാൻ സുധിക്ക് ജോലി കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്, നിർബന്ധമായിട്ട് ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് സുധി ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സുധി അവിടുന്ന് പറഞ്ഞു വിടുന്നത് കേട്ടോ. പലയിടങ്ങളിൽ ജോലി അന്വേഷിച്ചിട്ടും സുധിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം സുധി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നടന്നു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുള്ളൊരു ബോർഡ് കാണുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സുധി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സുധിയുടെ ടിപ് ടോപ്പ് ഡ്രസ്സൊക്കെ കാണുന്ന സമയത്ത്, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു കുടുംബത്തിലെ വ്യക്തിയാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, സാർ എൻ്റെ വേഷം കണ്ട് സാറൊന്നും വിചാരിക്കൊന്നും വേണ്ട, എനിക്ക് ജോലിയാണ് അത്യാവശ്യം എന്ന് പറയാനായിട്ട്. അയാൾ പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തോരം പഠിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഡിഗ്രി ഉണ്ടെന്നൊക്കെ നമ്മുടെ സുധി പറയുകയാണ്. ഈ സമയത്ത് ഡിഗ്രി ഒന്നും വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ ഡിഗ്രി ഉള്ള ആവശ്യമില്ല, ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ് ആവശ്യമെന്ന് പറയൂ കേട്ടോ. ഈ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞാണ് സാർ, എനിക്ക് ഡിഗ്രി ഒന്നുമില്ല, ഞാൻ വെറും 10ാം ക്ലാസ് മാത്രമേ പഠിച്ചുള്ളൂ, അത് 10ാം ക്ലാസ് ജയിച്ചോ കൂടെ ഇല്ല, ഇവിടെ ജോലി കിട്ടണമെങ്കിൽ വല്ല ഡിഗ്രിക്കാർക്കായിരിക്കും വേക്കൻസി എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ സുധി കള്ളം പറയാണ്. അങ്ങനെ സുധി ആ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുകയാണ്. ജോലി കിട്ടിയിരിക്കുന്നത് വെയിറ്ററുടെ ജോലിയാണ്. തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ശ്രുതിയെയും അതുപോലെ അച്ഛനെയും അമ്മയെയും സച്ചിയെ രേവതിനെയൊക്കെ വിളിച്ചു വരുത്താനായിട്ട് തനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ശ്രുതിക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്സും മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി, നിനക്ക് ജോലി കിട്ടി, എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും മോഷണമല്ലമ്മേ, ഞാൻ അധ്വാനിച്ച് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രികയും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ സച്ചിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ സച്ചി അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, പട്ടിയുടെ വാല് എത്ര കുഴലിട്ടാലും നിവരുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ശ്രുതിയുള്ളത്. കാരണം ജോലി കിട്ടിയെന്നുള്ള അഹങ്കാരത്തിൽ രേവതിക്കും സച്ചിക്കുമായിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഒരു അകൽച്ചയെ കാണിച്ച് ഇഷ്ടമല്ലാത്ത രീതിക്കാണ് കൊടുക്കുന്നത്. എന്നാൽ രേവതി അത് മേടിച്ച് കഴിക്കുന്നില്ല, സച്ചി കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ കൊണ്ടുവന്നല്ല, ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കുകയാണ്. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ സുധി, നീ ജോലി കിട്ടുന്നുള്ള അഹങ്കാരം കാണിക്കരുത്, കിട്ടിയ ജോലി നല്ല രീതിയിൽ കൊണ്ടേ നടക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. റൂമിലേക്ക് ചെന്നതിന് ശേഷം സുധിയോടായിട്ട് എന്ത് ജോലിയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എന്തായാലും ഞാൻ നല്ലൊരു ജോലിക്കാണ് കയറിയിരിക്കുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പാർക്കിലൊന്നും പോയി കിടന്നുറങ്ങാനും അല്ല, ആരെയും കൊന്നും കൊള്ളയും അടിച്ച് ജീവിക്കാനും അല്ല, തൽക്കാലത്തേക്കായിട്ട് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്താണ്, പിന്നീട് ഇതിന് നല്ലൊരു ജോലിക്ക് ഞാൻ കയറിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി ജോലിക്ക് കയറിയുള്ള സന്തോഷത്തിലാണ് സുധിയുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.